പ്രൈസ് റേഞ്ച് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 50,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിലേക്ക് വേണ്ട ടഫ്ലോൺ കോട്ടിങ്, അണ്ടർ ബോഡി കോട്ടിങ്, അതുപോലെ ബോഡി കവർ, ഇതൊക്കെ ഇട്ടൊരു കിറ്റ് പോലെ നമ്മൾ ബുക്ക് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് മഴക്കാലത്ത് ഒരു വണ്ടിക്ക് വേണ്ട ഒരു കിറ്റ് മൊത്തം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് കൂടാണ്ട് മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ച് കൊടുക്കാം. അതിപ്പോ എത്ര ടാങ്ക് കപ്പാസിറ്റി ആണ്? ഡീസൽ ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, CNG ആയിക്കോട്ടെ, ഏതാണ് നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കും. ഫുൾ ടാങ്ക് ഫുൾ ലോണിൽ നമുക്ക് 7 വർഷം വരെ കാലാവധിയിൽ ലോൺ കൊടുക്കും. അതും പുതിയ കാറിന്റെ സെയിം ഇൻട്രസ്റ്റിൽ. ഇന്ന് ഞാൻ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി യൂസ്ഡ് കാറുകളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, മാർക്കറ്റിൽ 5 ലക്ഷം രൂപ വിലയുള്ള ഒരു യൂസ്ഡ് കാറ് 4 ലക്ഷത്തിനും 4.5 ലക്ഷത്തിനൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വീഡിയോ കാണണ്ട. നല്ല വാഹനങ്ങൾ കിട്ടണമെങ്കിൽ മാർക്കറ്റ് വില കൊടുത്തേ പറ്റൂ. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നല്ല ക്വാളിറ്റി യൂസ്ഡ് കാറുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ വില കുറവിൽ ക്വാളിറ്റി കുറവുള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ വീഡിയോ കാണണമെന്നില്ല. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കാറുകൾ എടുക്കുന്ന ആളുകൾക്ക് പിന്നീട് ഒരു പ്രശ്നം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഓതറൈസ്ഡ് യൂസ്ഡ് കാർ ഷോറൂമുകൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും നിൽക്കുന്നത് ഒരുപാട് സ്റ്റോക്കുള്ള ക്വാളിറ്റി വാഹനങ്ങൾ മാത്രം വിൽക്കുന്ന തൃശ്ശൂരിലെ കാളത്തോടുള്ള എ മോട്ടോഴ്സിന്റെ പ്രിയോണോട് യൂസ്ഡ് കാർ ഷോറൂമിലുള്ളത്. ഇവിടുന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്ക് ഒരുപാട് നല്ല വാഹനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഷോറൂമാണ്. നിങ്ങൾ ഏത് വാഹനം അന്വേഷിച്ച് വന്നാലും ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. കാരണം ഒരു സ്വിഫ്റ്റ് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിൽ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. അത് പെട്രോൾ, ഡീസൽ, ഓട്ടോമാറ്റിക്, മാനുവൽ. സ്വിഫ്റ്റിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞ എല്ലാ വാഹനങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ മാസം, അതായത് ജൂൺ മാസം ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. പോരാത്തതിന് ഗംഭീര ഓഫർ, അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വീഡിയോ ചെയ്യാൻ പോവുകയാണ്. വിഷയമായി ലൈക്ക് ഷെയർ. അപ്പോൾ ഇന്നിവിടെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ വേറൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താണ്? ഇന്ന് മുതൽ 7 ദിവസത്തേക്കാണ് ഓഫർ തന്നെ. അത് മൺസൂൺ ഓഫറാണ്. മൺസൂൺ ഓഫർ. മഴയൊക്കെ അല്ലേ, അത്യാവശ്യം എല്ലാവരും ബൈക്കിലൊക്കെ യാത്ര ചെയ്തിട്ട് ആകെ ഇടങ്ങറായിട്ട് നിൽക്കാവും. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വണ്ടികളാണ്. അതും ലോ ബഡ്ജറ്റ് വണ്ടികൾ, ചെറുവണ്ടികൾ. എത്ര പ്രൈസ് റേഞ്ച് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 50,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2005 മോഡൽ എടുക്കുന്നുണ്ട്. 50,000 ഉള്ളൂ. 50,000. അവിടുന്ന് മുതൽ നമുക്ക് ഏകദേശം 10 ലക്ഷം രൂപ വണ്ടികളുണ്ട്. അതുകൊണ്ട് എല്ലാതരം പ്രേക്ഷകർക്കും, അതായത് ഏത് തരം ബഡ്ജറ്റിൽ വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർക്കും ഷോറൂമിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടികളുണ്ട്, പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് അറിയേണ്ടത് 7 ദിവസം നിങ്ങൾ എന്തൊരു ഓഫർ കൊടുക്കേണ്ടി പറഞ്ഞല്ലേ? മൺസൂൺ ഓഫർ. എന്താണ് ഓഫർ? മൺസൂൺ ഓഫറായിട്ട് മൺസൂൺ കിറ്റാണ് കൊടുക്കുന്നത്. ആദ്യം പറയുന്ന ഓഫർ മൺസൂൺ കിറ്റാണ്. ഇത് വണ്ടിക്ക് വേണ്ട ടഫ്ലോൺ കോട്ടിങ്, അണ്ടർ ബോഡി കോട്ടിങ്, അതുപോലെ ബോഡി കവർ, ഇതൊക്കെ ഇട്ടൊരു കിറ്റ് പോലെ നമ്മൾ ബുക്ക് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് മഴക്കാലത്ത് ഒരു വണ്ടിക്ക് വേണ്ട ഒരു കിറ്റ് മൊത്തം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് കൂടാണ്ട് മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. മാക്സിമം നമുക്ക് ഇപ്പോൾ പറയുന്ന റേറ്റിനായിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അതിന് പുറമെ നമുക്ക് ഫുൾ ടാങ്ക്, അതായത് 7 ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ച് കൊടുക്കാം. അപ്പോൾ എത്ര ടാങ്ക് കപ്പാസിറ്റി ആണ്? ഡീസൽ ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, CNG ആയിക്കോട്ടെ, ഏതാണ് നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കും. ഫുൾ ടാങ്ക് ഒരു വണ്ടിക്ക് ആദ്യം വേണ്ട കാര്യം എന്താണ്? ഫുൾ ടാങ്ക്. പെട്രോൾ ആണെങ്കിലും ശരി, ഡീസൽ ആണെങ്കിലും ശരി, അതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. അതും ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോ ബഡ്ജറ്റ് വാഹനം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുമോ? എല്ലാ വണ്ടിക്കും 7 ദിവസങ്ങളിൽ ഇനിയിപ്പോൾ 50,000 വാഗണർ എടുക്കുകയാണെങ്കിൽ ഫ്യൂൽ അടിച്ചു കൊടുക്കും. ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവന്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ചെയ്യല്. ഇപ്പൊ നമുക്ക് മൺസൂൺ ഓഫറായിട്ട് നമുക്ക് 7 ദിവസം നിൽക്കുന്നത്. മഴക്കാലം ആയതുകൊണ്ട് ഓഫർ കൊടുക്കുന്നത്. ഓക്കെ, അതുകൂടാണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ മാറ്റിയെടുക്കുന്ന സമയത്ത് വണ്ടി വില കൂടാണ്ട് നമുക്ക് 10,000 എക്സ്ചേഞ്ച് ബോണസ്. അതിപ്പോ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കാം. സാധാരണ ഇവരുടെ ഈ ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ വെറും 3 ദിവസം 2 ദിവസം അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ്. ഇത് 7 ദിവസം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വന്ന് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ പഴയത് എത്ര മോഡൽ കുറഞ്ഞാലും കുഴപ്പമില്ല, വണ്ടി നമുക്ക് 10,000 എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കാം. വണ്ടിക്ക് വില കൂടാണ്ട് നമുക്ക് 10,000 എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കാം. പിന്നെന്താ? പിന്നെ നമുക്ക് നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 7 വർഷം വരെ, അതും ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിൽ നമുക്ക് 7 വർഷം വരെ കാലാവധിയിൽ ലോൺ കൊടുക്കും. അതും പുതിയ കാറിന്റെ സെയിം ഇൻട്രസ്റ്റ് പ്രൊഫൈൽ കസ്റ്റമർ നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആരും കൊടുക്കാത്ത ഒരുപാട് ഓഫേഴ്സ് ഈ മാസം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓഫേഴ്സിൽ എടുക്കുന്ന വാഹനങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ കാര്യമായിട്ടുള്ള വാറണ്ടി സർവീസും കിട്ടും. അതെ, നമ്മളിപ്പോൾ ഇത്രയും പൈസ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, മൺസൂൺ കിറ്റ് കൊടുക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വാറണ്ടിക്ക് ഒരു മാറ്റമില്ല. നമുക്ക് 6 മാസം മുതൽ നമുക്ക് 5 വർഷം വരെ നമുക്ക് വാറണ്ടി വരണം. ഓക്കെ, ഇത് മാരുതി അല്ലാത്ത വണ്ടിക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ എടുത്ത് വെച്ചിട്ട് നമ്മുടെ തൃശ്ശൂർ എടുത്ത് വെച്ചിട്ട് ഇവിടെ തന്നെ സർവീസ് വരണം നിർബന്ധമില്ല. മാരുതിയുടെ ഏത് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാലും ഈ വാറണ്ടിയും ഈ ഒരു സർവീസ് നമുക്ക് അവൈലബിൾ ആണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഒരു അവസരം ഇനി ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയെന്നില്ല. കാരണം അജാതി ഓഫേഴ്സാണ് ജാഫർ ഇത്തവണ കൊടുക്കുന്നത്. ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മുടെ തൃശ്ശൂർ പറവട്ടാനി കാളത്തോട് മുസ്ലിമാരുടെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോറൂം വരുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ഉള്ളൂ. ഓപ്പോസിറ്റ് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അതിവിശാലമായ ഏകദേശം ഒരു 10-70 വാഹനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട്. 25 വണ്ടി നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വാഹനമാണെങ്കിലും തിരഞ്ഞെടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ വരിക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോക്ക് പരിചയപ്പെടാം. 2019 മോഡൽ ഓൾട്ടോ LX ആണ്. നിലവിൽ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 3,20,000 LXയിൽ വരുന്ന ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡോർ, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ എല്ലാം വരുന്നൊരു 2019 മോഡൽ ഓൾട്ടോ 800 കേട്ടോ. 2019 മോഡൽ ബലേനോ ഡെൽറ്റ വേരിയൻ്റ് ആണ്. ഡെൽറ്റ വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്. തന്നെ ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ഉണ്ട്, അത്യാവശ്യം കണ്ടീഷൻ, ടയർ കണ്ടീഷൻ ഉണ്ട്, ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ എല്ലാം വരുന്നൊരു മോഡലാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 6,60,000 മാക്സിമം ലോൺ കൊടുക്കാം, മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം കേട്ടോ. 1 വർഷം വരെ വാറണ്ടി കിട്ടുന്നൊരു ഓൾട്ടോ 800 ആണ്. 2021 മോഡൽ ഓൾട്ടോ 800 LX ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 3,65,000. ഇതിലിടുന്ന ഫീച്ചേഴ്സ് ആണ് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡോർ, പവർ വിൻഡോ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ഉണ്ട്, ടയർ കണ്ടീഷൻ കാര്യമുള്ള നല്ലൊരു വണ്ടിയാണ് കേട്ടോ. 2016 മോഡൽ ഡിസയർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അതും ഫുൾ ഓപ്ഷനാണ്. ZD വന്ന വേരിയൻ്റ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. 80,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 5,95,000. ZD വന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, അലോയ് വീൽസ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. നമുക്ക് ABS എയർ ബാഗ് എല്ലാം വരുന്നൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. 2014 മോഡൽ ഓൾട്ടോ 800 LX ആണ്. 90,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. LX ആണ്. നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡോർ, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നൊരു നല്ലൊരു വണ്ടിയാണ്. ഈ വാരം നമ്മൾ ചോദിക്കുന്ന വില 2 ലക്ഷം രൂപയാണ് കേട്ടോ. ഇത് 2017 മോഡൽ നാനോ ടിസ്റ്റാണ്. XT വന്ന വേരിയൻ്റ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഈ വാഹനം സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. നിലവിൽ വേറെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഈ കണ്ടീഷനിൽ കൊടുക്കണം, ഈ കണ്ടീഷനിൽ കൊടുക്കാൻ നമുക്ക് മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 1,17,000. 2018 മോഡൽ ഗ്രാൻഡ് ഐറ്റനാണ്. ആസ്റ്റ വന്ന വേരിയൻ്റ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നൊരു മോഡലാണ്. ഈ വാഹനം നിലവിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 4,60,000 കേട്ടോ. 2017 മോഡൽ വാഗനർ VX ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 3,80,000. VXയുടെ ഫീച്ചേഴ്സ് അറിയുമ്പോൾ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ എല്ലാം വരുന്നൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഉള്ളൊരു വണ്ടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്. ഇതാണ് ആ വണ്ടി. 2005 മോഡൽ വാഗനർ LX ആണ്. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്നത്. ഏകദേശം 1 ലാഖിൻ്റെ അടുത്ത് ഓടിയുണ്ട്. ഏകദേശം ടെസ്റ്റും ടാക്സ് വരുന്നുണ്ട് കേട്ടോ. ഈ മാസം ലാസ്റ്റ് 30 ടാക്സ് വരുന്നുണ്ട്. 9ാം മാസത്തിൽ ടെസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നല്ല ബോഡി ക്വാളിറ്റി, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിയാണ് നമ്മൾ 50,000 രൂപ കിട്ടി കഴിഞ്ഞ് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഈ വണ്ടിയാണ് കേട്ടോ. ഒരു സെഡാ മോഡൽ ഓട്ടോമാറ്റിക് ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയൊരു വണ്ടിയാണ്. 2019 മോഡൽ ഡിസയർ VX ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കമ്പനി സർവീസ് ഉള്ളതിൻ്റെ പേരിൽ നമുക്കൊരു 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. VX വേരിയൻ്റാണ്. നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അതുപോലെ തന്നെ ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ എല്ലാം വരുന്നൊരു നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 6,10,000 കേട്ടോ. ഇത് 2015 മോഡൽ സ്വിഫ്റ്റ് VX ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില ആണത് 4,70,000. ഇത് സ്വിഫ്റ്റിൻ്റെ VX വേരിയൻ്റായിട്ട് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നൊരു നല്ലൊരു സ്വിഫ്റ്റാണ് കേട്ടോ. 2022 മോഡൽ സ്വിഫ്റ്റ് VX ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 25,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് നമുക്ക് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഇതിൽ VXയിൽ വരുന്ന ഫീച്ചേഴ്സ് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അതുപോലെ തന്നെ നമുക്ക് ABS എയർ ബാഗ്, ബാക്ക് സെൻസർ എല്ലാം വരുന്നൊരു മോഡലാണ്. ഈ വാരം നമ്മൾ ചോദിക്കുന്ന വില 6,70,000 ആണ്. 2020 മോഡൽ സ്വിഫ്റ്റ് VX ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നിലവിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ വാരം നമ്മൾ ചോദിക്കുന്ന വില ആണത് 6,40,000 രൂപയാണ്. ഇത് VX ആയിട്ട് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ,
അതുപോലെ തന്നെ ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടയർ കണ്ടീഷൻ ഉണ്ട്. സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2018 മോഡൽ ടിയാഗോ മിഡിൽ വേരിയൻ്റ് വരുന്നത്. ഇതിൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നൊരു മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യമൊന്നുമില്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 3,95,000 രൂപയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു വണ്ടിയാണ് i20, അതും എലൈറ്റ്, അതും റെഡ് കളറ്. ഇപ്പോൾ 2020 മോഡൽ ഒരു എലൈറ്റ് i20 സ്പോർട്സ് പ്ലസ് വന്ന വേരിയൻ്റ് നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് സ്പോർട്സ് പ്ലസ് വന്ന വേരിയൻ്റ് വരുന്നത്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, ബാക്ക് ക്യാമറ, അതുപോലെ തന്നെ സെൻസർ, ABS എയർ ബാഗ്, അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്നൊരു മോഡലാണ്. അത് കൂടാണ്ട് അലോയിൽ ക്വാളിറ്റിയിൽ സീറ്റോറൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യമൊന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 5,95,000 രൂപയാണ്. മാക്സിമം ലോഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാരുതി തന്നെ പ്രീമിയം കയറിപ്പെടുന്ന നമുക്ക് എസ്ക്രോസ് പരിചയപ്പെടാം. 2022 മോഡൽ എസ്ക്രോസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആൽഫ വന്ന വേരിയൻ്റാണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ആൽഫയിൽ വരുന്ന ഫീച്ചേഴ്സ് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അലോയിൽ ABS എയർ ബാഗ്, ബാക്ക് സെൻസർ, ക്യാമറ എല്ലാം വരുന്നൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 9,15,000 രൂപയാണ്. മാക്സിമം നമുക്ക് ലോൺ കൊടുക്കാം. പ്രീമിയം കാറ്റഗറി പെടുന്ന അടുത്തൊരു വണ്ടി നമുക്ക് പരിചയപ്പെടാം. 2019 മോഡൽ ബലേനോൻ്റെ ആൽഫ വേരിയൻ്റ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. നമുക്ക് ആൽഫ വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ, അലോയ് വീൽസ്, ക്വാളിറ്റിയിൽ സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ ക്യാമറ എല്ലാം വരുന്നൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ല 7,10,000 രൂപയാണ്. മാക്സിമം ലോൺ കൊടുക്കാം, മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം കേട്ടോ. ഒരു 7 സീറ്റർ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്കാർക്ക് ഒരു എർട്ടിഗ വന്നിട്ടുണ്ട്. 2019 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZX പ്ലസ് എന്ന വേരിയൻ്റ് ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ZX പ്ലസ്സിൽ തന്നെ വേരിയൻ്റ് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, അലോയിൽ വരുന്നുണ്ട്. പിന്നെ ABS എയർ ബാഗ്, ബാക്ക് സെൻസർ, ക്യാമറ എല്ലാം വരുന്നൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്കൊരു 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 9,25,000 രൂപയാണ്.